പൊള്ളി പൊള്ളി വിളിക്കേ പൊട്ടണത് പേടിയൊന്നുമില്ല, ചെറിയൊരു ഭയമുള്ളൂ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് കുക്കിംഗ് വീഡിയോ, ലോഡഡ് ഫ്രൈസ്, ചിക്കൻ ലോഡഡ് ഫ്രൈസ് ആണ്. ചീസി ചിക്കൻ ലോഡഡ് ഫ്രൈസ് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ സാധനം മേടിക്കാൻ പോവാണ് പുറത്തേക്ക്. അപ്പോൾ അവിടെ നിന്ന് മുതൽ എടുക്കാമെന്ന് വിചാരിച്ചു. സോ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ നല്ല ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് റെക്കമെൻഡ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ അടുത്ത കുക്കിംഗ് വ്ളോഗ് ഞങ്ങളെ കഴിവ് പുറത്തേക്ക് എടുക്കുന്നത്. സോ ഞങ്ങൾ അങ്ങനെ ചെയ്യാത്താണ് കുക്കിംഗ് എന്ന് പറഞ്ഞ പരിപാടി. അപ്പൊ നമ്മൾ സാധനം മേടിക്കാൻ പോണത് ഒക്കെ മുതൽ തുടങ്ങാം അല്ലേ? ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മൾ ഈ പൊരിഞ്ഞ വെയിലത്ത് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ കെട്ടാണ് ഇന്നെടുക്ക വെച്ചിട്ട് കെട്ടു. നമ്മൾ ഫ്രൈസ് മേടിച്ചു, ചീസ് മേടിക്കാൻ പോകും. നേരെ വീട്ടിലോട്ട്. അപ്പൊ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചു ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യണത് എന്താ, ചിക്കനെ മാരിനേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അത് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ചിക്കൻ ക്ലീൻ ചെയ്യാം. നമ്മൾ ഇത്ര ചിക്കനാണ് എടുക്കണുള്ളൂ. ബോൺലെസ് പീസുകൾ എടുത്തിട്ട് നമുക്ക് ആദ്യം മാരിനേറ്റ് ചെയ്യാൻ ഇടാം. ആദ്യം എന്താണ്, മീറ്റ് മസാല. മീറ്റ് മസാല എത്ര സ്പൂൺ? 2 സ്പൂൺ. ഈ മീറ്റ് മസാല ആയിട്ട് നമുക്ക് പിന്നെ വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. സ്പൈസും കിട്ടും, എല്ലാം കിട്ടും. നെക്സ്റ്റ് പെപ്പർ. ഓക്കെ, ഇനി നമ്മൾ എടുക്കണത് എന്താ, മിൽക്കി മിസ്റ്റിന്റെ തൈര്. അത് 1 സ്പൂൺ. ഓക്കെ ഓക്കെ. അപ്പൊ ചിക്കന് കുറച്ചേരം സെറ്റ് ആവട്ടെ അല്ലേ? അതുവരെ നമുക്ക് ഫ്രൈസ് പൊരിക്കാം. ഫ്രൈസ് പൊരിക്കാം. ലോഡഡ് ഫ്രൈസ് തന്നെ വായിരുന്നുള്ളൂ. സുഗുണിന്ന് പോയിട്ട് മേടിച്ച ഫ്രൈസ് ആണിത്. ഞങ്ങൾക്ക് ഇവിടെ പൊട്ടേറ്റോ ഉണ്ട്, അപ്പൊ അത് അരിഞ്ഞിട്ട് ചെയ്യാൻ വിചാരിച്ചു. പക്ഷേ പിന്നെ അരിയുണ്ട്. പിന്നെ അത് മാത്രല്ല, ഫ്രഞ്ച് ഫ്രൈസിനെ അരിഞ്ഞിട്ട് തണുത്തള്ളത്തിലൊക്കെ ഇട്ടോക്കണം എന്ന് തോന്നുന്നു. പക്ഷെ ഇതിന് നല്ല ടേസ്റ്റും ഉണ്ട്. നമ്മൾ ഉണ്ടാക്കിയിട്ട് ചെയ്യണതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് ഇതിന്. പിന്നെ നമ്മളെല്ലാരും സാധനം മേടിക്കാൻ പുറത്ത് പോകണമല്ലോ, എന്തായാലും മേടിക്കാലോ. ഹെൽപ്പിന് വേണ്ടിട്ട് പൊട്ടിത്തെറിക്കുന്ന പേരുണ്ടെങ്കിൽ മമ്മി തരും. മമ്മി ഇട്ടതാ. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് പൊട്ടുന്നത് പേടിയൊന്നുമില്ല, ചെറിയൊരു ഭയമുള്ളൂ. ഞാനും പൊട്ടി, ഒരാളപ്പുറത്ത് ഒരാളിപ്പുറത്ത് എത്തി. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട്. ഞാൻ കാണിച്ചു തരാം. ഹലോ പറയണം. എന്റെ പേര് നൈറ. ഹെൽപ്പ് ചെയ്യാൻ വന്നതാണോ? എന്താ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണേ? എന്താ ഇവിടെ ഉണ്ടാക്കണേ? ലോഡഡ് ഫ്രൈസ്. പാടിത്തരും, പഠിക്കോ. ഏതെങ്കിലും ഇഷ്ടമുള്ള പാടും. ഞാനൊരു പാട്ട് പാടാൻ പോവാണ്. അപ്പൊ ഗാസ് ഞങ്ങള് കൊറേ കാലായി ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു. അപ്പൊ ഞങ്ങള് സാധിച്ചിട്ടൂടെ. എങ്ങനെ ആവും എന്താന്ന് അറിയില്ല അല്ലേ? നമ്മളെന്താന്ന് അറിയില്ല. നമ്മളങ്ങനെ അതിസാഹസികമായി സെക്കൻഡ് ബാച്ചിൽ നിലത്തിടുക ഫ്രൈസ്. ധൈര്യവതി അമ്മിണി 2.0. ഞങ്ങള് വിചാരിച്ച് ഫ്രൈസ് ഫ്രൈ ചെയ്യണൊക്കെ വേഗം കഴിയും. വെറുതെ പൊരിക്കാൻ എടുക്കാം, കൊറേ നേരം എടുക്കുന്നുണ്ടാവും. കൊറേ ടൈം എടുക്കുന്നുണ്ട്.
നമ്മുടെ സെക്കൻഡ് ബാച്ച് അങ്ങനെ ഫ്രൈ ചെയ്യുന്നുണ്ട്. ഇവിടൊക്കെ പൊള്ളി നോണ പറയുന്നത് പൊള്ളി ഇവിടൊക്കെ അടയാളം വരില്ല, നാളെ വരും. അപ്പൊ കാണും. നിങ്ങൾക്ക് ഞങ്ങളുടെ കുക്കിംഗ് സ്കിൽസ് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ റെഡിയില്ലേ? യെസ്. ഞങ്ങളെ വീട്ടിലുള്ളവരെന്നെ എപ്പോഴാണ് ഞങ്ങൾ കുക്കിംഗ് സ്കിൽസ് ഒക്കെ തിരിച്ചറിയണത്. പൊട്ടുണ്ടാവും. ഇനി ഞാനൊന്നും ചെയ്തില്ല, ഹെൽപ്പ് ചെയ്തില്ല, അതിൽ പരാതി വേണ്ട. ഇളക്കി കഴിച്ച് ഇളക്കി. അടുത്ത ബാച്ച് ഇടണം ഇടണം. ഞങ്ങൾ അടുക്കള ഭരണം ഏറ്റെടുത്തതിൽ പറ്റി മമ്മിക്ക് എന്താ പറയാനുള്ളത് ചോദിക്കാം നമുക്ക് കേട്ടാ. മമ്മി പറയൂ, എന്താ മമ്മിക്ക് പറയാനുള്ളത്? അല്ല അതൊക്കെ, അല്ലാണ്ട് ഞങ്ങൾ കുക്കിംഗ് സ്കിൽസിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ. അല്ലല്ല, പറഞ്ഞു കൊടുക്ക. വേറെ എന്തൊക്കെ ഉണ്ടാക്കാന്ന്, അടിപൊളിയായി ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു കൊടുക്ക. പറഞ്ഞു കൊടുക്ക. അടിപൊളിയായ ഭക്ഷണം ഉണ്ടാക്കും. ഓക്കെ, നമുക്ക് വേഗം അടുത്തതിന് പോവാം. നമ്മള് ഫ്രൈസ് പൊരിച്ചു കഴിഞ്ഞ് നമുക്ക് ചിക്കൻ പൊരിക്കാം. ഓക്കെ, നമ്മൾ സ്റ്റേജ് 2 കടന്നിരിക്കുകയാണ്. ഇനി നമുക്ക് തീർക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഞാൻ മയോണൈസ് ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ സമയം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. മനുഷ്യന്മാരാകുമ്പോ തെറ്റൊക്കെ പറ്റും. ചിലപ്പോ മയോണൈസ് പോവും, ചിലപ്പോ വേറെ എന്തെങ്കിലും പോവും. വയ്യ. അപ്പൊ നെക്സ്റ്റ് നമ്മുടെ പണി ചിക്കൻ കട്ട് കട്ട് പീസ് പീസ്. ഞാൻ തന്നെ മയോണൈസ് ഉണ്ടാക്കി എനിക്ക് കാണിച്ചു തരാം വൃത്തിയിലിട്ടാ. മയോണൈസ് ഉണ്ടാക്കി പോലെയുള്ള മയോണൈസ് ആദ്യം അങ്ങനെ തന്നെ ലാഭം. മയോണൈസ് is ready. അടുത്ത നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം. വൈറ്റ് സോസ് ഉണ്ടാക്കാൻ നമ്മളിതാ സെറ്റ് ചെയ്യുന്നു. വൈറ്റ് സോസ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ചീസും ഒറിഗാനോ. ഓക്കെ, അപ്പൊ നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് പാൽ ഒഴിക്കാം. അപ്പൊ പാലൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ചീസ് ഇടാം. അങ്ങനെ ഇളക്കി കൊടുക്കാം. ഇതിലിങ്ങനെ ഞങ്ങൾ ഇതിനു മുന്നേ വൈറ്റ് സോസ് ഉണ്ടാക്കിയിട്ടില്ല. സോ ആദ്യമായിട്ടാണ്. അല്ല, ഫ്രൈസും ചിക്കനൊക്കെ ആയിട്ടുള്ള പരിചയമുണ്ട്. ഈ സോസ് വൈറ്റ് സോസ് ആദ്യമായിട്ടാണ് ഉണ്ടാക്കണേ. ഓക്കെ, നമുക്ക് ഇനി കുറച്ച് ഒഴിക്കാനോ ഇടാം. ഇതിലേക്ക് കുറച്ച് പെപ്പറും. ഉപ്പ് കൂടുമെന്നൊരു ഡൗട്ട് ഉണ്ട്. ചീസും ഉണ്ടല്ലോ, എല്ലാത്തിലും ഉപ്പ് കൂടുമെന്നൊരു സംശയമുണ്ട്. ഫ്രൈസിൽ ഓൾറെഡി ഉപ്പുണ്ട്, ചിക്കനില് നല്ല ഉപ്പുണ്ട്. ചീസ് ഇതാ നമ്മള് പിന്നെ ഇട്ടേന്റെ ഓർമ്മ വന്ന് മതില്ലേ? അപ്പൊ ഗായ്സ്, നമ്മളെ സോസ് ഉണ്ടാക്കലും ഫ്രൈ ചെയ്യലും ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ട്രേയിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ ഗായ്സ്, നമ്മള് പണിയൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ആണ് നമുക്കിത് ലെയർ ചെയ്യാം. ഓക്കെ, ട്രേ കുറച്ച് വലുതായിരുന്ന സംശയമുണ്ട്. ഫ്രൈസ് ഒരു ലെയർ തന്നെ മതിയില്ലേ? ചിക്കൻ ഞാൻ മറന്നിട്ട് എടുക്കണേ. നെക്സ്റ്റ് മയോണൈസ്. അതിലൊരു വൈറ്റ് സോസ് തിക്കാക്കിയിട്ട് നമ്മൾ എടുത്തുള്ളത്. വീണ്ടും കുറച്ച് മയോണൈസ്. ഇത് ഞങ്ങളെ വേർഷൻ ലോഡഡ് ഫ്രൈസ് ആണെന്ന് ആദ്യമേ ഇവിടെ പ്രഖ്യാപിക്കുന്നു. ഓക്കെ, അതെ അതെ അതെ, അതങ്ങനെയാണ്. വീണ്ടും ചിക്കൻ. നമ്മൾ ചിക്കൻ കൊണ്ടും ഫ്രൈസ് കൊണ്ടും ആർഭാടമാണ്. എഗൈൻ സോസ്. ഇനി നമുക്ക് ഇതിന്റെ മേലെ മറ്റേ ചീസ് വെച്ചിട്ട് 1-2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം. ചീസ് അപ്പൊ നമുക്ക് ഇനി ഇത് കുറച്ചു നേരം ബേക്ക് ചെയ്യാൻ വെക്കാം.
അപ്പൊ ഗായ്സ് നമ്മളത് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മള് നോമ്പ് തുറന്നിട്ട് കഴിക്കുമ്പോ കാണിച്ചു തരാം. ഓക്കെ, നമ്മളത് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നോക്കാം ടേസ്റ്റ് ഉണ്ടോ എന്ന്. നല്ല ടേസ്റ്റ് ഉണ്ട്, ശരിക്കും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ക്രീമി സോസി ആയിട്ടുണ്ട്. കഴിഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സോസി ആയിട്ട് അടിപൊളിയായിട്ട്. നിങ്ങളിത് ഉണ്ടാക്കി നോക്ക്. റെസിപ്പി ഫുള്ള് ഉണ്ട് ഇതുപോലെ തന്നെ. പറഞ്ഞ ഈസിയാണ്. കുറച്ച് എന്താ പറയാ ഫ്രൈസ് പൊരിക്കാനൊക്കെ സമയം എടുക്കുന്നുള്ളൂ. അപ്പോൾ സക്സസ് ആയിരിക്കുകയാണ്. അപ്പോൾ ബൈ.